വെടിനിർത്തൽ ചർച്ച രണ്ടാം ഘട്ടം നടക്കുമ്പോഴും ഗാസയിൽ ദുരിതം ഒഴിയുന്നില്ല. വടക്കൻ ഗാസ മുനമ്പിൽ വിവിധയിടങ്ങളിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ 2 കുട്ടികളടക്കം 3 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ബ്രൈറ്റ് ലാഹിയ ആശുപത്രിക്ക് സമീപം നടന്ന വ്യോമാക്രമണത്തിലാണ് 2 കുട്ടികൾ കൊല്ലപ്പെട്ടത്. ജബാലിയയിൽ ആളുകൾ ഒത്തുകൂടിയ സ്ഥലത്തെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ഷെല്ലാക്രമണത്തിലാണ് മറ്റൊരാൾ കൊല്ലപ്പെട്ടത്. ഇയാൾക്കൊപ്പമുണ്ടായ നിരവധി പേർക്ക് പരിക്ക് പറ്റിയതായി ഗാസയിലെ സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബസ്സൽ പറഞ്ഞു. തുടർച്ചയായ വെടിവെപ്പുണ്ടായെന്നും ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. റാഫയിലും വെടിവെപ്പുണ്ടായിട്ടുണ്ട്. 2025 ഒക്ടോബർ 10 വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇതുവരെ മരണപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം 481 അധികൃതർ അറിയിച്ചു. അതേസമയം പലസ്തീനിൽ അവശേഷിക്കുന്ന അവസാന ഇസ്രയേലി ബന്ധിയുടെ മൃതദേഹവും കണ്ടെത്താനുള്ള ദൗത്യം പൂർത്തിയായാൽ ഗാസയിലെ റഫ അതിർത്തി ഈജിപ്തുമായി ചേർന്ന് പരിമിതമായി വീണ്ടും തുറക്കാൻ അനുവദിക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചു. ഒക്ടോബറിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ തുറക്കേണ്ടിയിരുന്ന റഫ അതിർത്തി ആളുകളുടെ യാത്രയ്ക്കായി മാത്രമായിരിക്കും വീണ്ടും തുറക്കുകയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരുന്നതിനും മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി തിരികെ നൽകുന്നതിനും ഹമാസിന്റെ ഭാഗത്തു നിന്നും 100% പരിശ്രമം ഉണ്ടാകണമെന്ന ഉപാധിയോടെയാണ് ഈ നീക്കമെന്നും ഓഫീസ് വ്യക്തമാക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥനായ റാങ്കുലിയുടെ മൃതദേഹമൊഴികെ മറ്റെല്ലാ ബന്ദികളെയും ഇതിനോടകം തിരികെ എത്തിച്ചിട്ടുണ്ട്. ഇസ്രയേൽ നിയന്ത്രണത്തിനുള്ള പ്രദേശങ്ങളെ വേർതിരിക്കുന്ന വടക്കൻ ഗാസയിലെ യെല്ലോ ലൈനിന് അടുത്തുള്ള ഒരു സെമിത്തേരിയിൽ തിരച്ചിൽ നടത്തുകയാണെന്ന് ഇസ്രയേൽ സൈന്യം ഞായറാഴ്ച അറിയിച്ചു. ഗുല്ലിയുടെ മൃതദേഹം എവിടെയുണ്ടാകാമെന്നത് സംബന്ധിച്ച് ചില സുപ്രധാന രഹസ്യാന്വേഷണ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ഒരു സൈനിക ഉദ്യോഗസ്ഥനും വ്യക്തമാക്കി. ഇസ്രയേൽ സൈനികന്റെ മൃതദേഹം എവിടെയുണ്ടെന്ന വിവരം കൈമാറിയതായും വെടിനിർത്തൽ കരാർ പ്രകാരമുള്ള തങ്ങളുടെ എല്ലാ ബാധ്യതകളും നിറവേറ്റിയതായും ഹമാസ് അറിയിച്ചു. ഗാസയിൽ താമസിക്കുന്ന 20 ലക്ഷത്തിലധികം പലസ്തീനികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗമാണ് റഫ അതിർത്തി. 2024 മുതൽ ഈ അതിർത്തിയുടെ ഗാസ ഭാഗം ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയുടെ 1ാം ഘട്ട റഫ അതിർത്തി 2 ദിശകളിലേക്കും തുറക്കേണ്ടതായിരുന്നു. ഗാസയുടെ പുനർനിർമ്മാണം ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തലിന്റെ 2ാം ഘട്ടം ആരംഭിച്ചതായി കഴിഞ്ഞ ആഴ്ച വാഷിംഗ്ടൺ പ്രഖ്യാപിച്ചതോടെ ഇസ്രയേലിനും ഹമാസിനും മേൽ സമ്മർദ്ദം വർദ്ധിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ പദ്ധതി അതിർത്തി പൂർണ്ണമായി തുറക്കാൻ ആവശ്യപ്പെടുമ്പോഴും പ്രവേശനം പരിമിതമായിരിക്കുമെന്നും ഇസ്രയേലിന്റെ കർശന പരിശോധനകൾക്ക് വിധേയമായി കാൽനട യാത്രക്കാർക്ക് മാത്രമായിരിക്കും അനുമതിയെന്നുമാണ് നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചത്. അതേസമയം ഇത്തരമൊരു നീക്കം പലസ്തീനികളെ ഗാസയിൽ നിന്ന് പുറത്താക്കുക എന്ന ഇസ്രയേലിന്റെ ദീർഘകാല ലക്ഷ്യത്തിന്റെ ഭാഗമാണോ എന്ന് നിരീക്ഷകർ ആശങ്കപ്പെടുന്നുമുണ്ട്. ഇസ്രയേൽ വംശഹത്യ നടത്തിയ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഈജിപ്തിൽ കുടുങ്ങിപ്പോയ വലിയൊരു വിഭാഗം പലസ്തീനുകളുണ്ട്. അവരിൽ പലരും തിരികെ വരാനും കുടുംബത്തെ കാണാനും പുനർനിർമ്മാണത്തിന് സഹായിക്കാനും ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് പലസ്തീനികൾ കൂട്ടത്തോടെ നാട് വിടണമെന്നാണെന്നാണ് ഇസ്രയേലിന്റെ ആയുധ നിരീക്ഷണ വ്യവസായത്തെക്കുറിച്ച് ദ പലസ്തീൻ ലബോറട്ടറി എന്ന പുസ്തകം എഴുതിയ ആന്റണി ലോവൻസ്റ്റൈൽ പറയുന്നത്. റഫ അതിർത്തി തുറക്കുന്നതും അതിന്റെ നിയന്ത്രണം ഇസ്രയേൽ കൈകാര്യം ചെയ്യുന്നതും ഈ ഒരു ലക്ഷ്യത്തിലേക്കാണെന്ന ആശങ്കയാണ് ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നത്. കാൽനടയാത്രയ്ക്കായി മാത്രം അതിർത്തി തുറക്കുന്നത് ഈജിപ്തിലെ വെയർഹൌസുകളിൽ കെട്ടിക്കിടക്കുന്ന അത്യാവശ്യ ജീവകാരുണ്യ സാമഗ്രികൾ ഗാസയിലേക്ക് എത്തിക്കാൻ ഒട്ടും സഹായിക്കില്ല എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ സഹായം എത്തിക്കാൻ ഇസ്രയേൽ തയ്യാറാവുകയുള്ളൂ എന്നും നിരീക്ഷണമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.